മദീനയിലെ വളരെ പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്നത് ഒരു മുതലാളിയുടെ ഈന്തപ്പന തോട്ടത്തിൻ്റെ ചാരത്തായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മക്കൾ വീട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയാൽ കാണുന്നത് തന്നെ കുലയിൽ നിന്ന് വീണ് കിടക്കുന്ന ആ ഈത്തപ്പഴങ്ങളായിരിക്കും. വിശപ്പ് സഹിക്കാനാവാതെ വന്നാൽ ആ മക്കൾ ആ പഴങ്ങളെടുത്ത് കഴിക്കുകയും ചെയ്യും. പല സമയത്തും ഇത് കണ്ടുകൊണ്ടാണ് മുതലാളി അങ്ങോട്ട് വരാറുള്ളത്. അയാൾ ആ പിഞ്ചു മക്കള് ചീത്ത പറഞ്ഞു കണ്ട് കയ്യിലുള്ള പഴങ്ങളും തട്ടിപ്പറിക്കും. ഒരിക്കൽ ആ മക്കള് പഴം തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടുകൊണ്ട് വന്ന അയാൾ അവരുടെ വായിൽ കൈയിട്ടിട്ട് അത് പുറത്തേക്കെടുത്ത് വലിച്ചെറിഞ്ഞു. ഈ വിവരം അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് വളരെയധികം വേദനിച്ചു. എന്നിട്ട് ആ മുതലാളിയെ വിളിപ്പിച്ച് കണ്ട് നബി തങ്ങൾ അയാളോട് പറയാണ്, നിങ്ങൾ ആ ഈന്തപ്പന ആ വീട്ടുകാർക്ക് നൽകുക, പകരം ഞാൻ സ്വർഗലോകത്ത് നിങ്ങൾക്കൊരു ഈന്തപ്പന വാങ്ങിത്തരാം. താൽക്കാലിക ലാഭനഷ്ടം കണക്ക് കൂട്ടിയപ്പോൾ അയാൾ അതിന് സമ്മതിച്ചില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് അബൂ ദഹ്ദ റളിയല്ലാഹു അൻഹു നബിയുടെ സമീപത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം മുന്നോട്ട് വന്നു കണ്ട് ചോദിച്ചു, നബിയെ, ആ ഈന്തപ്പന ഞാൻ വാങ്ങി തന്നാലേ അതിന് പകരമായിട്ട് നബി അയാളോട് പറഞ്ഞ ആ സ്വർഗത്തിലെ ഈന്തപ്പന അതെനിക്ക് തരുമോ? നബി തങ്ങളെ വളരെയധികം സന്തോഷത്തോടെ അതിന് സമ്മതിക്കുകയാണ്. ആ സ്വഹാബി നേരെ പോയത് ആ മുതലാളിയുടെ വീട്ടിലേക്കാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ആ ഈന്തപ്പന എനിക്ക് തരുമോ? പകരമായിട്ട് 600 നല്ല ഈന്തപ്പനകളുള്ള എൻ്റെ തോട്ടം തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നോളാം. ഒരൊറ്റ ഈന്തപ്പനക്ക് പകരം അദ്ദേഹം നൽകിയത് 600 ഈന്തപ്പനകളുള്ള ഒരു തോട്ടം തന്നെയായിരുന്നു. ഈ താൽക്കാലിക ലോകത്തെ സമ്പത്തിനേക്കാൾ അദ്ദേഹം പ്രാധാന്യം നൽകിയത് പാവപ്പെട്ടവരെ സഹായിക്കാനും പരലോകത്തെ സമ്പത്തിനുമായിരുന്നു.